CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിങ്ങം 1 മലയാളികളുടെ പുതുവത്സര ദിനം. കർഷകരെ ആദരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ കർഷക ദിനാചരണം. പോക്സോ കേസുകൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ചുമത്തിയ വണ്ടൂർ വടക്കേക്കര തുള്ളിശ്ശേരി സ്വദേശി ഷാഹുൽ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്തു. CPM-നും CPI-ക്കും നേരെ രൂക്ഷമായ വിമർശനവുമായി CMP സംസ്ഥാന സെക്രട്ടറി PK ശശി. മണ്ണാർക്കാട് CMP ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പാലക്കാട് KSYF ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ശശി. പോക്സോ കേസുകൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ചുമത്തിയ വണ്ടൂർ വടക്കേക്കര തുള്ളിശ്ശേരി സ്വദേശി ഷാഹുൽ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്തു. വണ്ടൂർ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകൾ കാളികാവിലെ വാടക വീട്ടിൽ വെച്ച് കാമുകിയുമായി ചേർന്ന് സ്വന്തം ഭാര്യയെ കെട്ടിയിട്ട് വധിക്കാൻ ശ്രമിച്ച കേസ് ഉൾപ്പെടെ നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. മറ്റൊരു കേസിൽ റിമാൻഡിലായിരുന്ന ഇയാൾ 10 ദിവസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് കൊണ്ടോട്ടിയിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു. ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ തന്ത്രപരമായി പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്തു. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ബഡ്സ് വാരാഘോഷത്തിന് തുടക്കമായി. ഓഗസ്റ്റ് 13, 14 തീയതികളിൽ ഗൃഹസന്ദർശനത്തോടെ ആരംഭിച്ച പരിപാടികൾക്ക് തുടർച്ചയായി സ്വാതന്ത്ര്യദിനത്തിൽ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ നിർവഹിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ പിറന്നാളാണ്. രാജ്യത്തിന്റെ പിറന്നാളും നമ്മൾ ഇതുപോലെ കേക്ക് മുറിച്ചും പായസം വിതരണം ചെയ്തും സദ്യ ഒരുക്കിയിട്ടും നമ്മളിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോവാണ്. എന്താണ് നമ്മൾ എവിടേക്കാ പോകണ്ട് പറഞ്ഞു? എവിടേക്കാ പോകണം? കാഞ്ഞിരപ്പുഴയിൽ അല്ലേ? ഡാം കാണാൻ പോകുക. അപ്പൊ കാഞ്ഞിരപ്പുഴയിൽ ഡാം കാണാനെല്ലാം പോവുകയാണ്. അപ്പം അങ്ങനെ നാടിൻ്റെ ഈ ആഘോഷത്തിന് നമ്മുടെ ബഡ്സ് വിദ്യാലയവും പങ്കെടുക്കുക. നമ്മുടെ നാട്ടിലെ നേരത്തെ ഒരു ഉണ്ണീഷ മെമ്പർ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ പുറകിലൊരു വലിയ കഥയുണ്ട്. ആരാ നമ്മുടെ നാട്ടിൽ മുൻപ് കാലത്ത് ഭരിച്ചിരുന്നതറിയോ? ബ്രിട്ടീഷുകാർ അല്ലേ? ബ്രിട്ടീഷുകാരുടെ ഭരണം ഉണ്ടാകുമ്പോൾ എന്തായിരുന്നു നമുക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KK ലിനി, മെമ്പർമാരായ C. ഓമന, N. വിദ്യാലക്ഷ്മി, K. ശാലിനി, KV ഗോപാലൻകുട്ടി, CDS ചെയർപേഴ്സൺ T. സൗമ്യ, വൈസ് ചെയർപേഴ്സൺ S. രാജശ്രീ, ബഡ്സ് അധ്യാപിക G. രമ്യ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് കുട്ടികളോടൊത്ത് ഉല്ലാസയാത്ര നടത്തി. ഓഗസ്റ്റ് 19 രക്ഷാകർതൃ ശില്പശാല, 21 ഓണാഘോഷ പരിപാടികൾ, ഓണസദ്യ, ഓണക്കോടി എന്നിവയോടെ പരിപാടികൾക്ക് സമാപനമാകും. CCN കടമ്പഴിപ്പുറം. സന ബസ്സുകൾക്കെതിരെ പ്രതിഷേധവുമായി DYFI. ജനങ്ങൾക്ക് ഏറെ പരാതികളുള്ള സാഹചര്യത്തിൽ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുമെന്ന് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് ഭാരവാഹികളായ സെക്രട്ടറി ഷഹീർ അലിയും പ്രസിഡന്റ് റംഷീഖും അറിയിച്ചു. പൊതുവിൽ ആ ബസ്സിനെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. ബസ്സിൽ ഇരിക്കുന്ന ആളുകളുടെയും മറ്റ് വാഹനങ്ങളിൽ പോകുന്ന ആളുകളുടെയും ഒക്കെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള മത്സരയോട്ടം, അതുപോലെ തന്നെ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഡ്രൈവിംഗ് ഒക്കെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ വട്ടമ്പലത്ത് വെച്ച് ഏകദേശം 5ഓളം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുത്തിയിട്ടുള്ളത്. അപകടത്തിൽപ്പെടുത്തിയതിനു ശേഷം ആ ബസ്സിലെ ഡ്രൈവറെ രക്ഷിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കൃത്യമായ ഡിജിറ്റൽ തെളിവോടുകൂടിയുള്ള വിമർശനമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. DYFIയെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ടും അവരുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടുമുള്ള ഒരു മത്സരയോട്ടത്തിനും അമിത വേഗതയ്ക്കുമാണ്
നിലവിൽ സന ബസ് തയ്യാറാകുന്നതെങ്കിൽ ഞങ്ങളതിനെ നല്ല രീതിയിൽ തന്നെ നേരിടും. നാളെ DYFIയുടെ മണ്ണാർക്കാട് ബ്ലോക്ക് നേതൃത്വം RTO ഉൾപ്പെടെയുള്ള ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്, നേരിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഒരു വ്യവസായത്തെ തകർക്കണമെന്നോ ഏതെങ്കിലും ആളുകളുടെ ഉപജീവന മാർഗത്തെ ഇല്ലാതാക്കണമെന്നോ DYFIക്ക് ആഗ്രഹമില്ല. അത്തരത്തിലുള്ളൊരു നിലപാടും DYFIക്കില്ല. ഈ നാട്ടിലൂടെ ഇഷ്ടം പോലെ ബസ്സുകൾ ഓടുന്നുണ്ട്. പരാതികളൊന്നുമില്ലാത്ത രീതിയിൽ എല്ലാവരും നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒറ്റപ്പെട്ട പരാതികളല്ല വരുന്നത്, വ്യാപകമായ വിമർശനമാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിനടിയിൽ വരെ ആളുകൾ വന്നുകൊണ്ട് അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഒരു ബസ്സുകാർക്ക് മാത്രം ഈ റോട്ടിലൂടെ ഓടിയാൽ മതി എന്നൊരു സാഹചര്യം ശരിയല്ല. എതിർക്കുന്നവരെ കായികമായി നേരിടുന്നതുൾപ്പെടെയുള്ള പരാതികൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വട്ടമ്പലം ഭാഗത്തു നിന്നുള്ള ആളുകൾ തന്നെ DYFIയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥർ, നിയമ സംവിധാനം അത് മര്യാദക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ DYFI തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അതിന് DYFIയെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന വളരെ വിനീതമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ സന ബസ്സുകാർ എന്ത് തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് DYFI പറയുന്നത്? അല്ല, നിലവിൽ എല്ലാ ബസ്സുകൾക്കും കൃത്യമായിട്ടുള്ളൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടല്ലോ. അവർ കൃത്യമായി രീതിയിലും എല്ലാം, നമ്മൾ ഒരു ബസ് മാത്രമല്ലല്ലോ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, മറ്റു പല ബസ്സുകളും ഇതിലൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇവർ മാത്രമുള്ള ഒരു നിയന്ത്രണവുമില്ലാത്ത, ഞങ്ങൾ മാത്രം റൂട്ടിൽ മതി, ആരെയുടെ നെഞ്ഞത്തേക്ക് കയറാൻ ഒരു മടിയുമില്ലാത്ത രീതിയിലുള്ള ഒരു മത്സരയോട്ടം. അത് മത്സരയോട്ടമാണോ, വേറുള്ളവരോട് മത്സരിക്കുകയാണോ, അതോ അവർ തന്നെ അവരുടെ ഒരു ഗുണ്ടായിസം കാണിക്കുന്ന രീതിയിലാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ സമാധാനപരമായിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ വർഷമാണ് പെരിന്തൽമണ്ണയിലെ DYFI ഇത്തരത്തിലുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുകയും അവർ കൃത്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ അതിനെ തകർക്കണമെന്ന ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ജനങ്ങളുടെ ജീവൻ ബലി കൊടുക്കാൻ എന്തായാലും സമ്മതിക്കില്ല. അത്തരത്തിലുള്ളൊരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയാത്ത രീതിയിലുള്ള ഇടപെടൽ DYFIയുടെ ഭാഗത്തുനിന്നുണ്ടാവും. CCN മണ്ണാർക്കാട്. സന ബസ്സുകൾ തടയുമെന്ന DYFI പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി ബസ് ഉടമ യൂനുസ്. സന ബസ് അല്ലാതെ വേറെ ഒരു ബസ്സും അപകടത്തിൽപ്പെടുന്നില്ലേ എന്നും തടയുന്നവരുടെ സംഘടനയിൽപ്പെട്ട തൊഴിലാളികളെ കൂടിയാണ് ഇല്ലാതാക്കുന്നത് എന്നും യൂനുസ് പറഞ്ഞു. പക്ഷേ ഈ DYFIന്റെ പരിപാടികൾക്ക് ഞാൻ ഒരുപാട് ഈ വണ്ടി കൊണ്ട് സൗജന്യമായിട്ട് ഓടിയിട്ടുണ്ട്. അന്നില്ലാത്തൊരു പ്രതിഷേധം ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കെതിരെ പ്രതിഷേധം വരാനുള്ള കാരണം എന്താണെന്ന് ഈ നാട്ടിലെ എല്ലാ പത്രക്കാർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഇനിയിപ്പോൾ വിശദീകരിച്ച് വെറുതെ വഷളാക്കുന്നില്ല. പിന്നെ ഇന്നലത്തെ അപകടത്തിൽ ഒരാൾക്ക് പോലും പരിക്കില്ല. നിങ്ങൾക്ക് ഏത് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. പിന്നെ എനിക്ക് ഒരു തൊഴിൽ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നേരെ സന ബസ്സിൻ്റെ മേത്തേക്ക് കയറുന്ന പ്രവണതയുള്ളത്. ഈ മണ്ണാർക്കാട് ഈ റൂട്ടിൽ എത്ര ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്, എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു ആവേശമാണല്ലോ ഇന്ന് ഒരു പ്രമുഖ നേതാവെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ നേതാവിനെ ഇപ്പോൾ എടുത്തൊക്കെയാണ്. ഞാനൊന്നും പ്രവർത്തിക്കുന്ന കാലത്ത് ഇദ്ദേഹം DYFIയിലില്ല. ഞാൻ സംഘടനൻ്റെ കാര്യങ്ങളിലൊന്നും ഞാനില്ല ഇടപെടുന്നില്ല. അപ്പം നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് മറ്റേ DYFIൻ്റെ ഒരു സമരത്തായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഈ CCTVയിൽ നിങ്ങൾക്ക് ആർക്ക് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഇന്നോവ കാർ എത്ര ലോങ് സൈഡിൽ നിന്നാണ് ഈ വാഹനത്തിനെ ക്രോസ് ഇട്ട് കൊണ്ടുവരുന്നത് വളരെ കൃത്യമായിട്ട് കാണാം. അത് കഴിഞ്ഞ് ഈ വണ്ടി പിന്നെ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നുകാണ്ട് ഈ ലോറിൻ്റെ ബാക്ക് സൈഡ് വന്നുകാണ്ട് തട്ടുന്നൊരു സംഭവമാണ് കാണുന്നത്. CCTV വളരെ, ഞാനാണ് CCTV കൊടുത്തത്. എൻ്റെ അടുത്ത് കുറ്റണ്ടിച്ച CCTV കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ആ CCTVയിൽ വളരെ കൃത്യമായിട്ട് ഈ ലോറി വളരെ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടാണ് ഈ വണ്ടിയിൽ വന്നുകൊണ്ട് ഫ്രണ്ടിൽ വന്ന് അടിക്കുന്നത്. ആ വണ്ടി തട്ടുമ്പോഴാണ് ഈ തൊട്ട് മുന്നത്തെ ഇന്നോവയ്ക്ക് തട്ടുന്നത്. പക്ഷെ പിന്നീട് ഈ ലോറിയുടെ ബാക്കിൽ വന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ടിട്ടാണ് ഈ ലോറിൻ്റെ ബാക്കിൽ ഇടിച്ചത്. അതിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആർക്കും പരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇതൊരു വൈറലാക്കിയിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്, ഇപ്പം എൻ്റെ പ്രസ്ഥാനത്തിലും ഇതുമായി ബന്ധപ്പെട്ട കുറേ തൊഴിലാളികളുണ്ട്, അവരുടെ കഞ്ഞി കൂടി മുട്ടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഈ പത്രസമ്മേളനം നടത്തിയ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ എന്താണ്, ഇവിടെ എത്രയും അപകടം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് അപകടങ്ങൾ നടന്നു. ഈ അപകടങ്ങളിലൊന്നും ഈ പറഞ്ഞ യുവജന സംഘടന പ്രതികരിക്കാന്ന്, അതുമാതിരി ഇവിടെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നും മണ്ണാർക്കാടത്തെ സംഘടന ഇടപെട്ടില്ലല്ലോ. പിന്നെ ഇതിന് മുന്നേ അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് എവിടെ ഇടപെട്ടു പറഞ്ഞു. അവിടുത്തെ സംഘടനകൾ ഇടപെട്ട് കുറിച്ചാൽ ന്യായം ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടുണ്ടാവും.
പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ സമയത്ത് ഈ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഈ പത്രക്കാർക്ക് അറിയുന്ന കരുതുന്നു. ഈ സമയത്ത് ഈ വാർത്ത വരേണ്ട കാരണം എന്താണ്? അതല്ലെങ്കിൽ DYFI കാരണം അതിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആർക്കും ഒന്നും പറ്റിയിട്ടില്ല, ആർക്കും പരിക്കില്ലാത്തൊരു കേസ്. ആ കേസിൽ ഇന്നലെ ഒന്നും ചെയ്യാണ്ട് ഇന്ന് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിൽ ഒരുത്തരം എൻ്റെ നാട്ടുകാരനാണ്, വംശിക്ക്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം. പക്ഷെ 5 വണ്ടികൾക്കൊക്കെ തട്ടുന്നത് കാരണം ചെറിയൊരു അപകടമായിട്ട് 5 വണ്ടിക്ക് ഇവിടെ തട്ടിയില്ലല്ലോ. 5 വണ്ടിക്ക് തട്ടിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് CCTV ദൃശ്യം കാണിച്ചത്. CCN മണ്ണാർക്കാട്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ നിർവഹിച്ചു. വന്നിട്ടുള്ള കർഷകരുടെ നിർദ്ദേശങ്ങൾ അതെല്ലാം പ്രായോഗികമായി നമുക്ക് നടപ്പിലാക്കാൻ സാധ്യമാകുന്നത് ഏറ്റെടുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. ഇപ്പൊ ക്ഷീര കർഷകരുടെ മേഖലയിലാണ് അവരുടെ ഒരു ആസ്ഥാനം എന്ന നിലയിലുള്ള അവരുടെ ക്ഷീര സംഘങ്ങളുടെ കേന്ദ്രം. ആ ക്ഷീര സംഘങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള കെട്ടിടം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് MLA എന്ന നിലയിൽ ഒരു സഹായവും പിന്തുണയും ഒക്കെ നൽകാൻ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചു. VFPCK എന്ന് പറയുന്ന കാർഷിക സംഘങ്ങൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സംഭരിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്രമെന്നാണ്. നമ്മുടെ ജില്ലയിൽ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ ഒരു സംഘത്തിനാണ് അതിന്റെ കെട്ടിടത്തിന് പ്രത്യേക അനുമതി സർക്കാരിൽ നിന്ന് വാങ്ങി പുരാപ്പറ്റയിൽ പ്രവർത്തിക്കുന്ന ഉമ്മലയിലുള്ള ഒരു VFPCKക്ക് സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാക്കുന്നതിന് 10 ലക്ഷം രൂപ MLA ഫണ്ടിൽ അനുവദിച്ചു. അതിന്റെ പ്രവൃത്തി നടന്നു വരികയാണ്. ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നിന്നുമുള്ള 42 കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകർ, മുതിർന്ന കർഷകർ, തേനീച്ച വളർത്തൽ കർഷകർ, വനിതാ കർഷകർ, ജൈവ കർഷകർ, കുട്ടി കർഷകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയവർക്കാണ് ഉപഹാരങ്ങൾ നൽകിയത്. കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് കാർഷിക രംഗത്തെ നൂതന രീതികളെയും സാങ്കേതിക വിദ്യകളെയും കുറിച്ച് കർഷകർക്കായി പ്രത്യേക സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, ADA ശ്രീജ, VFPCK ട്രെയിനിംഗ് ഡിവിഷൻ ഹെഡ് നസീമ എന്നിവരും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഭക്തിയുടെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായ നിറപുത്തരി മഹോത്സവം കടമ്പഴിപ്പുറം പാലത്തറ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഗൃഹത്തിനും നാടിനും സമൃദ്ധിയും ഐശ്വര്യവും നേരുന്നതിനായിട്ടാണ് പരമ്പരാഗതമായ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. കർക്കിടക വാവ് കഴിഞ്ഞു വന്ന ആദ്യ ഞായറാഴ്ച രാവിലെ തന്നെ നിറപുത്തിരിയോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. പുലർച്ചെ മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ കർഷകർ പാടത്തു നിന്ന് അറുത്തെടുത്ത പുതിയ നെൽക്കതിരുകൾ ഒരു കറ്റയായി ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ചു. തുടർന്ന് ശ്രീകോവിലിൽ എത്തിച്ച നെൽക്കതിരുകൾ പൂജിച്ച് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു.
നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് നിറപുത്തരി പൂജകളിൽ പങ്കുകൊള്ളാനും പൂജിച്ച നെൽക്കതിരുകൾ ഏറ്റുവാങ്ങാനുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പ്രസാദമായി ലഭിക്കുന്ന നെൽക്കതിരുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സൂക്ഷിക്കുന്നത് ഐശ്വര്യവും ധനസമൃദ്ധിയും നൽകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. CCN കടമ്പഴിപ്പുറം. CPM-നും CPI-ക്കും നേരെ രൂക്ഷമായ വിമർശനവുമായി CMP സംസ്ഥാന സെക്രട്ടറി PK ശശി. മണ്ണാർക്കാട് CMP ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പാലക്കാട് KSYF ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ശശി. ഈ പുതിയ കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തി നല്ല രൂപത്തിൽ എന്ന് പറഞ്ഞ ഇടതുപക്ഷം, വ്യവസ്ഥാപിത ഇടതുപക്ഷം ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാർജാണിത്. അത് നിസ്സാരമായ ഒരു പ്രശ്നമല്ല. വ്യവസ്ഥാപിത ഇടതുപക്ഷം, ഞാൻ പ്രധാനമായും CPIM-നെ പറ്റി ഞാൻ പറയാം. അപ്പൊ ചെറിയ ആളുകൾ ചോദിക്കും, നിങ്ങൾ CPI-നെ പറ്റിയൊന്നും പറയുന്നില്ല. എന്റെ മുത്തശ്ശി എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ശവത്തിൽ കുത്തരുത്, പാപമാണെന്ന് പറഞ്ഞു. CPIM-നെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ CPIM ചെയ്ത ഏറ്റവും വലിയ പാതകം ഇടതുപക്ഷത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇടതുപക്ഷം അസ്തമിച്ചു പോയ, ഇടതുപക്ഷം ഇല്ലാതായ ആ സ്പേസിലേക്കാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈ KSYF-നെ പോലെയുള്ള പുത്തൻ ഈ പ്രസ്ഥാനങ്ങളും ആ സ്പേസിലേക്കാണ് ഒരു പുത്തൻ ആശയത്തിന്റെ, സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് കടന്നു വരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മണ്ണാർക്കാട് CPM നടത്തുന്ന സമരങ്ങളിൽ പുതിയ ഏതെങ്കിലും ജനം വരുന്നുണ്ടോ എന്ന് PK ശശി ചോദിച്ചു. ഒരു പുതിയ തീരുമാനവും വരാൻ പോകുന്നില്ല. ഒരു പക്ഷേ 1-2 ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. വലിയ പ്രതിസന്ധിയിലാണ് CPIM. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ CPIM പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ആ പാർട്ടി നിൽക്കുന്നത്. അതിന്റെ പ്രതിസന്ധി എല്ലായിടത്തും കാണും. ഇപ്പൊ ഇന്നത്തെ വാർത്ത DYFI-യുടെ, ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാല്, ഇപ്പോ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇന്നലെ കണ്ട ഈ ഊക്കും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്ര ആയുസുണ്ട് എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്നോ? ഇപ്പൊ കാണുന്ന, ഇപ്പൊ നിങ്ങൾ കണ്ട ചില ഊക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിനൊക്കെ എത്ര ആയുസുണ്ട് എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ? പക്ഷെ നമുക്ക് നല്ലതുപോലെ അറിയാം, രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ കാലമായി നിന്ന ഒരാളാണ് ഞാൻ. ഈ പാലക്കാട് ജില്ലയിൽ എല്ലായിടത്തും പോയി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്താണ് ജനങ്ങളുടെ പൾസ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള നല്ല ധാരണ എനിക്കുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് പറഞ്ഞത് CPM അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോവുകയാണ്. KSYF സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി കൺവെൻഷനിൽ പങ്കെടുത്തു. CMP ജില്ലാ സെക്രട്ടറി കലാധരൻ, M സതീഷ്, CMP സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജു മലപ്പുറം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. KSYF സംസ്ഥാന കമ്മിറ്റി അംഗം K ഷാനിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അംരാജ് സ്വാഗതം പറഞ്ഞു. CCN മണ്ണാർക്കാട്. മലപ്പുറം നഗരസഭ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നു. ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് B റിനിഷ ഉദ്ഘാടനം ചെയ്തു. അതിൽ ഏറ്റവും ഇന്നത്തെ നഗരസഭ കർഷകർക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്കൊരു അവാർഡ് നൽകാൻ ആഗ്രഹിച്ച സമയത്ത് അതിൽ ഈ ഇരിക്കുന്ന മുതിർന്ന കർഷകരോടൊപ്പം ഒരു കുട്ടിയെ കൂടി, ഒരു കുഞ്ഞു കർഷകനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സലീം അറബി എന്നവരുടെ മകൻ ഇന്ന് സ്കൂളിൽ എക്സാം ആയതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്. ആ കൊച്ചു കർഷകൻ അടങ്ങുന്ന ഒരു കർഷകരെയാണ് നഗരസഭ ഇന്ന് ആദരിക്കുന്നത്. നിങ്ങളെ പോലെ മുതിർന്ന കർഷകരുള്ള ഈ കൂട്ടത്തിലേക്ക് ഒരു കൊച്ചുകുട്ടി കർഷകരിൽ മണ്ണിനെ സ്നേഹിക്കാനും കൃഷിയെ സ്നേഹിക്കാനും ഒക്കെ രംഗത്തേക്ക് വരാമെന്ന് തീർച്ചയായിട്ടും പ്രോത്സാഹനം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നഗരസഭ അത്തരത്തിലൊരു കുട്ടിയെ കൂടെ പൊതു രംഗത്തേക്ക് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലേക്ക് അവർക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത്. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടി കർഷകരെയും ഇത്തവണ ആദരിക്കുന്നുണ്ടെന്നും കുട്ടികളെ കൂടി കൃഷിയുടെ ഭാഗമാക്കാനാണ് കർഷകരും ശ്രമിക്കേണ്ടതെന്നും റിനിഷ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ മറിയുമ ഷെരീഫ് അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഹാരിസ് ആമിയൻ, സമീറ മുസ്തഫ, ആബിദ എട്ടുവീട്ടിൽ, നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് എന്നിവരും സംസാരിച്ചു. CCN മലപ്പുറം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിനി ജാതീയവും അക്കാദമികവുമായ വിവേചനങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. ജാതി വിവേചനം നേരിടുന്ന അനഘ ശശിയെ സന്ദർശിച്ച്
ഐക്യദാർഢ്യം അറിയിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു റസാഖ് പാലേരി. അഭ്യർത്ഥനകളിൽ നടപടിയെടുക്കാത്ത മുൻ സർക്കാരിന്റെ നിലപാടിനെയും പുതിയ സർക്കാരിന് പരാതി നൽകിയപ്പോൾ ആരോപണ വിധേയനായ സർവകലാശാല രജിസ്ട്രാറെ തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിനെയും റസാഖ് പാലേരി വിമർശിച്ചു. രജിസ്ട്രാറെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി സ്വതന്ത്ര ഉന്നതതല അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അനഘയ്ക്ക് സ്ഥിരം ഗൈഡിനെയും പഠന സൗകര്യങ്ങളെയും അടിയന്തരമായി ലഭ്യമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദർശനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി, തിരൂർ മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കേറ്റ് സഹീർ, അഷ്റഫ് അലി, അഫ്സൽ നവാസ്, നാസർ, സലീം എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. ഓണക്കാല വിപണിയിലെ വിലക്കയറ്റം തടയാനും പൊതുജനങ്ങൾക്ക് ന്യായവിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാനുമായി കൺസ്യൂമർ ഫെഡ് ഒരുക്കുന്ന ഓണം ഫെയറുകൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ആഘോഷ വേളയാണ് ഓണക്കാലം. ഓണക്കാലത്ത് സ്വാഭാവികമായി ആഘോഷ വേളയിൽ വിലവർദ്ധനവ് ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുമായി സർക്കാരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ ഏജൻസികളും സഹകരണ വകുപ്പും അതുപോലെ ഇവിടെ സഹകരിച്ച മലപ്പുറം ബാങ്ക് പോലെ സഹകരിച്ച പോലെ ബാങ്കുകളും എല്ലാം കൂടി രംഗത്ത് വരാറ് ഉള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആഘോഷ വേളയിൽ ഇങ്ങനെയുള്ള ഇടപെടൽ വളരെ അധികം ഗുണം ജനങ്ങൾക്ക് ഉള്ള ഒരു കാര്യമാണ്. സഹകരണ വകുപ്പിന്റെയും വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുടെയും നേതൃത്വത്തിൽ ജില്ലയിൽ സജ്ജമാക്കിയ 148 ഓണച്ചന്തകളുടെ ജില്ലാതല ഉദ്ഘാടനവും മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ഓണം ഫെയർ 2026 ഉദ്ഘാടനവും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ആഘോഷവേളകളിൽ സാധാരണക്കാർക്ക് ആശ്വാസമേകാൻ സർക്കാരും വിവിധ സർക്കാർ ഏജൻസികളും സഹകരണ മേഖലയും കാര്യക്ഷമമായി വിപണിയിൽ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറം കുന്നുമ്മലിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനിഷ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ റെനി എബ്രഹാം ആദ്യ വിൽപ്പന നിർവഹിച്ചു. മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി N അലവി സ്വാഗതവും കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ R ജയകുമാർ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. ആലിപ്പറമ്പ് MP കൃഷ്ണദാസ് സ്മാരക പൊതുജന വായനശാലയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം രാംദാസ് മുണ്ടങ്കോടി പതാക ഉയർത്തി. സെക്രട്ടറി ഷംസുദ്ദീൻ ആലിപ്പറമ്പ് അധ്യക്ഷനായി. PV സത്യഭാമ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. P മുഹമ്മദ് ഷംനാഥ് ഭരണഘടനാ ആമുഖം വായിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഒരു പരമാധികാര സ്ഥിതി സമത്വം മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും K മുഹമ്മദ് ഫയാസ് സ്വാഗതവും V സബിത നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കേവലം 230 ദിവസങ്ങൾക്കുള്ളിൽ 500ഓളം സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ജനസേവന പാതയിൽ മാതൃകയാവുകയാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അപകട ദുരന്ത മേഖലകളിൽ 24 മണിക്കൂറും സജ്ജരായി ഇവർ സേവനാനിരതരാണ്. മലപ്പുറം ജില്ലയ്ക്ക് പുറമെ മറ്റു ജില്ലകളിലും അപകടരക്ഷാ പ്രവർത്തനങ്ങൾക്ക് പെരിന്തൽമണ്ണയിലെ ഈ നീലപട്ടാളം മുൻപന്തിയിലുണ്ട്. കൃത്യമായ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് നേരിടുമ്പോഴും നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന പിന്തുണയോടെയാണ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. യൂണിറ്റ് ലീഡർമാരായ ജബ്ബാർ ജൂബിലി, ഫവാസ് മങ്കട, പ്രസിഡന്റ് ഹുസൻ കക്കൂത്ത്, സെക്രട്ടറി അമ്പിളി ജോസ്, ട്രഷറർ ഫഹീദ് പാതായ്ക്കര എന്നിവരുടെ നേതൃത്വത്തിൽ 33 പുരുഷന്മാരും 24 സ്ത്രീകളും അടങ്ങുന്ന 57 അംഗ സന്നദ്ധ സംഘമാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിങ്ങം 1 മലയാളികളുടെ പുതുവത്സര ദിനം. കർഷകരെ ആദരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ കർഷക ദിനാചരണം.
പോക്സോ കേസുകൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ചുമത്തിയ വണ്ടൂർ വടക്കേക്കര തുള്ളിശ്ശേരി സ്വദേശി ഷാഹുൽ ഹമീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും റിമാൻഡ് ചെയ്തു. സിപിഎമ്മിനും സിപിഐക്കും നേരെ രൂക്ഷമായ വിമർശനവുമായി CMP സംസ്ഥാന സെക്രട്ടറി PK ശശി. മണ്ണാർക്കാട് CMP ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പാലക്കാട് KSYF ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ശശി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.